പണ്ടത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള പടങ്ങൾ ഇറങ്ങിയിട്ട് ഇതൊക്കെ ഇപ്പം തിയേറ്ററിൽ കാണാൻ പറ്റും. 2000-ലാണ് ഞാൻ SSLC പാസ്സായത്. ആ ഒരു സമയത്ത് സിനിമ അന്ന് തീർച്ചയായിട്ടും ഞാൻ തിയേറ്ററിലൊന്നും അന്ന് കണ്ടില്ല. കാരണം നമുക്ക് അതിനെക്കുറിച്ച് വീണ്ടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. അത്രയ്ക്ക് ഈ പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലാലേട്ടൻ്റെ അഭിനയം പറയുന്ന കാര്യമില്ല. നമുക്കൊരു ഒളിമ്പിന് അന്തോണിയാവാൻ അതേ അന്നത്തെ പരിമിതികളൊക്കെ ധാരാളമുണ്ട്. നമ്മൾ ഒന്നാമത് ക്ലാസ് കെട്ടിയതൊക്കെയാണ് അന്ന് സിനിമകൾ കാണാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു സിനിമ തീർച്ചയായിട്ടും മിസ് ചെയ്തിരുന്നു. പക്ഷേ അറിയാമല്ലോ തന്നെ നമ്മൾ കൊണ്ടുവരുന്ന പടം പിന്നെ കണ്ട്, പിന്നെ ചെറിയ ഭാഗങ്ങളെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കണ്ടിരുന്നു. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് റിലീസ് ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും കാണണമെന്നാണ് അതൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമേ എടുത്തു പറയേണ്ടത് ഒരു മികച്ചൊരു സിനിമ അനുഭവമായിരുന്നു. കാരണം ഇന്നത്തെ കാലത്ത് നമുക്കൊരു നല്ലൊരു തിയേറ്റർ വേണം. അതുപോലെ തന്നെ ആ തിയേറ്ററിൽ കൊടുത്ത സിനിമയുടെ കണ്ടന്റ് നല്ലതായിരിക്കണം. 24 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയാണെന്ന് എനിക്ക് തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ആയിരുന്നു. തോന്നിയില്ല. കാരണം ആ ഒരു വിഷ്വൽസിലെ ഒരു ക്ലാരിറ്റി, അതുപോലെ തന്നെ സൗണ്ട്, കാരണം ഓവർ ഹെഡ് സ്പീക്കേഴ്സ് ഒക്കെ ഇത് ഓവർ ടൈം പണിയെടുക്കുകയായിരുന്നു എന്ന് പോലും തോന്നിപ്പോയി. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരിക്കലും വേണ്ടായിരുന്നു, അതും കൂടെ വേണമായിരുന്നു. എന്താ പറയാ, നമ്മളിപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയ റീമാസ്റ്റേർഡ് സിനിമകളിൽ ഇപ്പോൾ ചിലതൊക്കെ മോഹൻലാലിന്റെ സിനിമ വടിയാൻ പോലത്തെ ആണെങ്കിൽ നമുക്ക് ആ ഒരു മാസ് റോൾ, പക്ഷെ ഇത് മോഹൻലാലിന്റെ ഒരു തികച്ചും എങ്കിലും ദിവസം നീളാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അന്നത്തെ ലാലേട്ടൻ എടുത്തിട്ടുണ്ട്. നല്ല കുറച്ച് ലെന്ത് കുറപ്പായെങ്കിലും നല്ല രീതിയിൽ എടുത്തു. വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രം അദ്ദേഹത്തിന് സ്ക്രീനിൽ കാണാൻ സാധിച്ചത്. കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അത് കാണാൻ സാധിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സിനിമ പറയുന്ന ഒരു മൂഡ്, കാരണം നമ്മൾ ഈ അടുത്തിറങ്ങിയ വേറെ സിനിമകളിലൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മൾ എഴുന്നേറ്റുന്ന ഡാൻസ് കളിക്കുക അല്ലെങ്കിൽ ഒരു വിശ്വാസമല്ല ആണ്. അതുകൊണ്ട് പടം അടിപൊളിയാണ് ആ ഒരു രീതിയിൽ. പക്ഷേ ഇത് അങ്ങനെയല്ലായിരുന്നു. അത് ഒരു ക്ലാസ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു സിനിമ. അപ്പം ആ ഓഡിയൻസിന്റെ റിയാക്ഷനും എല്ലാവരും അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഒരു റൊമാൻറ്റിക്കലി എന്താ പറയുക, റൊമാൻറ്റിക് ഹൊറർ എന്നുള്ളൊരു ജോണറിൽ വരുന്ന ഒരു സിനിമ കൂടെയാണ്. അപ്പോൾ ചില സമയങ്ങളിൽ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഇമോഷണലി നമുക്കൊരു കണക്ട് ആവും. നമ്മളെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ അപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പ്രേമം കാര്യം ഇതില്ലാത്ത മനുഷ്യരെയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇമോഷണൽ കണക്ട് തീർച്ചയായിട്ടും സിനിമയിലേക്ക് വരും. പിന്നെ എടുത്ത് പറയുന്ന ആ ഒരു BGM എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക, നമ്മൾ കൊളുത്തി പിടിക്കുന്ന ഒരു BGM ആണ്. അപ്പോൾ അത് വീണ്ടും എടുത്ത് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരു മനസ്സിനെ വല്ലാത്തൊരു കണക്ട് ചെയ്ത് ഇമോഷണലി കണക്ട് ചെയ്ത് പോകുന്ന ഒരു സിനിമ തന്നെയാണ്. കാരണം ഇത്രയും പഴയ ഒരു സിനിമയാണെങ്കിൽ കൂടെ അതാണ് പഴയ ഇടച്ചിലോ അങ്ങനെ കണക്ഷൻ ഒന്നും ചെയ്യാതെ നല്ല സൗണ്ട് ക്ലാരിറ്റി, നല്ല മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളത്. ആ അവതരണ ശൈലിയും പെർഫോമൻസും അതി കൂടെ നന്നായിട്ടുണ്ടെന്നാണ് എൻ്റെ ക്ലാരിറ്റി ആയിട്ട് പടം. അന്ന് തന്നെ ഫസ്റ്റ് തന്നെ കണ്ടത്, 24 വർഷമേ ഫസ്റ്റ് തന്നെ പടം കണ്ടത്. അത് അജന്തയാണെന്ന് തോന്നുന്നു. അജന്ത തന്നെ ഇറങ്ങിയത്. പുറകെ കണ്ടപ്പോൾ നല്ല പക്ക ക്ലാരിറ്റി ആയിട്ട് ഇഷ്ടപ്പെട്ടു. അതെ, തിയേറ്റർ എക്സ്പീരിയൻസിന് പറ്റിയ പടം എടുത്തിട്ടുണ്ട്. കണ്ട സൂചിച്ചിരിക്കും. പടം നല്ല രീതിയിൽ, നല്ല പിക്ചർ ക്ലാരിറ്റി, നല്ല സൗണ്ട് ക്ലാരിറ്റി, നല്ല രീതിയിൽ കുറച്ചുകൂടെ നല്ല നല്ല അടുത്ത പടച്ചിത്രത്തിന് വേണ്ടി വർഷങ്ങൾക്ക് ശേഷം ഈ പടം വീണ്ടും കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ഞാനന്ന് വളരെ 25 വർഷത്തിന് മുമ്പേ കണ്ടതല്ലേ. ഇന്ന് ഭയങ്കര ക്ലാരിറ്റി ആയിട്ട് കണ്ടു. പിന്നെ പടത്തിനെ കുറിച്ച് പറയേണ്ട കാര്യങ്ങൾ, നമ്മൾ ഈ പടം ഒരുപാട് വട്ടം കണ്ടതാണ്. പിന്നെ പാലരിയുടെ എഴുത്തൊക്കെ അറിയാമല്ലോ. പിന്നെ മ്യൂസിക് നല്ല സൂപ്പറായിട്ട് ചേരുള്ളൂ. പിന്നെ നമുക്ക് ഇന്ന് പുതിയ തലമുറ എന്തായാലും ഈ പടം തിയേറ്ററിൽ കണ്ടിട്ടുണ്ടാവില്ല. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹൗസ്ഫുള്ളായിരുന്നു. പിന്നെ സീറ്റ് പോലും ബാലൻസ് ഇല്ലായിരുന്നു. അത്ര എല്ലാം നല്ല ഫുള്ളായിരുന്നു. കാരണം ഭയങ്കര പ്രതീക്ഷയോടെയാണ് എല്ലാവരും വന്ന് കണ്ടത്. അന്ന് പലരും ഈ പടം കണ്ടു കഴിഞ്ഞും സ്ക്രിപ്റ്റ് മനസ്സിലായിട്ടെങ്കിൽ ഇന്ന് പലരും ഫേസ് ആണെങ്കിലും ലാലേട്ടൻ്റെ പടം നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പടം സൂപ്പറായിരുന്നു. വലിയ രീതിയിൽ പോയില്ല, പക്ഷേ ഇത് അതിനെയൊക്കെ കുറ്റം പറഞ്ഞു, ഈ പടത്തിനെ കുറ്റം പറയും. കാരണം ഓരോരുത്തരും ഓരോ അഭിപ്രായമല്ലേ, അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇഷ്ടപ്പെടുന്നത്. പടം എന്താ നന്നായിട്ടുണ്ട്. പിന്നെ അതുപോലെ വർഷങ്ങൾക്ക് ശേഷം ഈ റിലീസ് പലരും ഇത് മോശമായിരിക്കും, അത് ശരിയാകത്തില്ലെന്ന് പറയും. പക്ഷേ ആർക്കും അങ്ങനെ ഒരു ഫീൽ ചെയ്തില്ല. ഒരു പുതിയ പടം കണ്ടാക്കുന്ന ഫീലാണ് വീണ്ടും ഉണ്ടായിട്ടുള്ളത്. 25 വർഷത്തോളം പഴക്കമുള്ളതല്ലേ. പക്ഷെ ആർക്കും അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല. പുതിയൊരു പടം കണ്ടിറങ്ങുന്ന ഫീലാണ് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത്. പടം നന്നായിട്ട് ചെയ്യുന്നത്. പഴകുന്തോറും വീര്യം കൂടുന്നതിന് അങ്ങനെ തന്നെയാണ് വരുന്നത്. അത് പടം കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇത് 25 വർഷമായിരുന്ന ഇന്ന് ഈ പടം കാണാൻ കൂടുതലും വന്നിട്ടുള്ളത് പണ്ട് കണ്ട ആൾക്കാർ തന്നെയാണ് വീണ്ടും കണ്ടിട്ടുള്ളത്. അവർക്കറിയാം പടത്തിൻ്റെ ക്വാളിറ്റി എന്താണ്. ഇന്ന് ഈ പടം കണ്ടിട്ട് കുറ്റം പറയുവാണെങ്കിൽ ഇന്ന് പടം കണ്ടിട്ട് ആരും ഇത് കുറ്റം പറയാനില്ല, ഒന്നും പറയില്ല. ഞാൻ
ഇല്ല കുറ്റം പറയില്ല ഈ പടം അത്ര ഇത് കാണേണ്ട രീതിക്ക് ശ്രദ്ധിച്ച് കാണുന്നവർക്ക് പടം മനസ്സിലാവും എന്താണെന്ന് വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയില്ല